ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് നീത. എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിതേ ഒരു മസാല ചായ ഉണ്ടാക്കുകയാണേ. അന്നേരം ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്, ഞാൻ എങ്ങനെയാണ് മസാല ചായ ഉണ്ടാക്കണതെന്ന്. വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം തന്നെ ഇത് കണ്ട ഒരു കരയാമ്പൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ക്യാമറ എൻ്റെ മൊബൈൽ അത്ര കണ്ടീഷനല്ല, അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, വ്യക്തമായിട്ട് കാണാനൊക്കെ പറ്റുന്നില്ല എന്ന് പലരും കമൻറ്റ് ചെയ്യണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കരയാമ്പൂ. ഗ്രാമ്പൂ എല്ലാവരും കണ്ടില്ലേ, ഗ്രാമ്പൂ ഇടുക. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കണ്ട ചതച്ചതാണ്, ഈ കല്ലിൽ ചതച്ച് വെച്ചേക്കാണ്. ഒരു കഷ്ണം ഇഞ്ചി ആട്ടോ, ഇഞ്ചി കണ്ടോ, ഇഞ്ചിയും പിന്നെ ഒരു 2 കഷ്ണം ഏലക്ക തൊലിയോട് കൂടിയിട്ടാട്ടോ, തൊലിയോട് കൂടി നിങ്ങൾക്ക് കാണാമോ, കണ്ടോ, ഏലക്കയും തൊലിയോട് കൂടി ചതച്ചതാട്ടോ, ഇഞ്ചി ഏലക്കയും കൂടി ചതച്ചത്. വേണമെങ്കിൽ കറുവാപ്പട്ടയും ചേർക്കാം കേട്ടോ. കറുവാപ്പട്ട ചേർക്കുമ്പോൾ നിങ്ങൾ ഒരെണ്ണം എങ്ങാനും ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു കുത്തു വരും മസാലയുടെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ചേർക്കാത്തത്. ഇതിപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് എന്താ പറയുക, 1 കപ്പല്ല, ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് സാധാരണ ഈ കപ്പ് ഇതില്ലേ ഗ്ലാസ്, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കാം കേട്ടോ. ഇനി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ തിളച്ച് തുടങ്ങിയപ്പോൾ ചായപ്പൊടി ഇടണം. കണ്ടോ, ചായപ്പൊടി ഇടുക. അത് കഴിയുമ്പോൾ പഞ്ചസാര, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. കാരണം ഞാനിങ്ങനെ എന്താ പറയുക, ഇത്ര ടീസ്പൂണൊന്നും എനിക്ക് പറയാനറിയില്ല. അതെല്ലാം നമ്മൾ വെള്ളം എത്ര ഒഴിച്ചിട്ടുണ്ടോ അതനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഇത്തിരി ഇളക്കി കൊടുക്കണേ, എന്നാലല്ലേ പഞ്ചസാര ഒന്ന് അലിഞ്ഞ്. പഞ്ചസാര ഇടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പതുക്കെ സിമ്മിലേക്ക് ആക്കുക. കാരണം അതൊന്ന് പഞ്ചസാര ഒന്ന് അലിയാനായിട്ട് സമയം കൊടുക്കുക. ഒരു 30 സെക്കൻഡ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ പാല് എന്നിട്ട് ഒഴിക്കണം. പാലൊഴിച്ച ശേഷം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയും കറുവാപ്പട്ടയുടെയൊക്കെ സത്ത് ഇതിലേക്ക് ചെല്ലുള്ളൂ, ചായയിലേക്ക് ഇറങ്ങി നല്ല ഒരു എന്താ പറയുക, അതിൻ്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ, മസാല ടീയുടെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ കുറച്ച് നേരം അത് തിളയ്ക്കണം. പിന്നെ നമുക്ക് ഇത് പാല് ചേർക്കാം കേട്ടോ. പാല് ചേർക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. കൂടുതൽ പാല് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പാല് ചേർക്കാം. എനിക്ക് അത്ര അധികം പാല് ചേർക്കണത് ഇഷ്ടമല്ല. അതുമാത്രമല്ല, ഇത് എനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ ആർക്കും ഇത് ഇഷ്ടമല്ല, കാരണം ഭയങ്കര പഞ്ചസാരയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും. ഇത് അത്ര ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിൽ കറുവാപ്പട്ടയും ഗ്രാമ്പുമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ചിലർക്ക് ഏലക്ക മാത്രം ചേർത്തുണ്ടാക്കണ ചായ ആയിരിക്കും കേട്ടോ ഇഷ്ടം. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഇത് പിന്നെ ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് പാല് ചേർത്ത് കഴിഞ്ഞ് ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേഗം തന്നെ തീ ഓഫ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ കേട്ടോ, അല്ല ഇതിപ്പോൾ തിളച്ചിട്ടില്ല. ഞാനിനി ഇത് പിന്നെയും ഒന്ന് കൂട്ടിയിട്ടോട്ടെ തീ. ഉണ്ടോ, എന്നിട്ട് ഇത് അരിച്ച് വേഗം തന്നെ ഇത് കപ്പിലാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചായപ്പൊടി അധികം നേരം ഇങ്ങനെ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ ചായയുടെ രുചി മാറും. അപ്പം എല്ലാവർക്കും എൻ്റെ മസാല ടീ ഇഷ്ടമായെന്ന് കരുതണു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ, വീഡിയോ ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെറിയ ഒരു യൂട്യൂബ് ചാനലാണ്, ഒന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബായ്.